ഡിയർ സോൾസ്, പുണ്യാത്മാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ട്. ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ. ഓ, 7 പേരുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ പ്രശ്നങ്ങൾ മാറ്റി നിങ്ങളുടെ ആത്മാവിനെ പവർ ചെയ്തുകൊണ്ട് സന്തോഷവും സമാധാനവും ശാശ്വതമായി നേടിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇത് നമ്മള് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഈ പ്രോഗ്രാം ഉണ്ട്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് എല്ലാവരും പരമാവധി ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുറെ പേര് ഉണ്ടെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 7 ദിവസമെങ്കിലും രാവിലെ നിങ്ങൾ തുടർച്ചയായിട്ട് പങ്കെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. ഏറ്റവും കുറഞ്ഞത് 7 ദിവസം, കുറഞ്ഞത് കൂടിയാൽ മിനിമം അതിന്റെ മുകളിൽ 21, അതിന്റെ മുകളിൽ 41 ദിവസമൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും. ഭയമില്ലാതെ. ഇനി ഇതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. അത് ഞാൻ സ്ഥിരം പങ്കെടുക്കുന്ന ആളുകൾക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഒരു സോളിന്റെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ പുരാതന കാലം മുതൽ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അതിൽ വീക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനക്കുറവ്, സന്തോഷമില്ലായ്മ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ടെൻഷനുകള്, പണമില്ലായ്മ, പൈസ വരാതിരിക്കല്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക, ഇതിനെല്ലാം കാരണം നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബ്ലോക്കേജുകളാണ്. ഇത് മാറണമെന്നുണ്ടെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 4 സ്റ്റേജ് എങ്കിലും കടന്ന് മുന്നോട്ട് സോള് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് സ്റ്റേജിന്റെ അവേക്കനിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സിലാണല്ലോ. ഇതല്ല, ഈ റൂട്ടിലൂടെ അല്ലാതെ ഒരിക്കലും അത് മാറ്റാൻ കഴിയില്ല. ഇവിടെ പല രീതിയിലും പല ആളുകളും പല പ്രോസസ്സുകളും പല പ്രയറുകളും പല പരിപാടികളും നടത്തുന്നുണ്ട്. പക്ഷെ അതല്ല ഇത്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ആരും അതിനായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സാമ്യം തോന്നി അത് തന്നെയാണ് ഇത് എന്ന് നിങ്ങൾ ഒരിക്കലും, ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ലോകം ഭയങ്കര അവയർനെസിന്റെ ലോകമാണ്. ഇപ്പൊ പിന്നെ സഫ സെൽഫ് ടോക്കിനെ കുറിച്ച് ചോദിച്ചപ്പോ തന്നെ ഉടനെ തന്നെ ആനന്ദൻ സാറ് ഉടനെ ചാറ്റ് GPT എടുത്ത് ചോദിച്ചു, അതെടുത്ത് മെസ്സേജ് ആയിട്ട്. അപ്പൊ അത്ര, അതായത് എല്ലാം ചാറ്റ് GPTയുടെ അടുത്ത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ലോകമാണെന്നുള്ളത്. അത്രയും മൂഢമായ ഒരു സമൂഹമാണ് നമ്മുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുണ്ടെങ്കിൽ അതാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള തോട്ട്. ആ ചാറ്റ് GPTയെ കൂടി ക്രിയേറ്റ് ചെയ്തത് മനുഷ്യനാണ്. അതിനപ്പുറത്ത് മനുഷ്യനൊരു വിവരമുണ്ട്. അതിനകത്ത് കിട്ടാത്ത ഒരുപാട് വിവരങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നാണ്. കാരണം മനുഷ്യനെ അവിടെ തളച്ചിടുകയാണ്. സോഷ്യൽ മീഡിയ എങ്ങനെയാണോ വന്നത്, ആദ്യം ഓർക്കുട്ട് എങ്ങനെയാണ് വന്നത്, അതിൽ ഫേസ്ബുക്ക് എങ്ങനെയാണ് വന്നത്, പിന്നെ പല യൂട്യൂബ്, അങ്ങനെ പലതും പലതും വന്ന് മനുഷ്യനെ എങ്ങനെയാണോ അതിൽ തളച്ചിട്ടത്, അതുപോലെ പുതിയൊരു വേർഷൻ ആണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊന്നും കിട്ടാത്ത യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സുകൾ നിങ്ങൾ സ്വന്തമാക്കി, ആ ശക്തി നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ, ഞാൻ പറയുമ്പോൾ പറയും, ജനിക്കുന്നതിന് മുമ്പും ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിന് ശേഷവും നിങ്ങൾക്ക് ഒരു സമാധാനക്കുറവുണ്ടാവില്ല, ഒരു സ്വസ്ഥത കുറവുണ്ടാവില്ല. കാരണം നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യും. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രെയിനേഴ്സിന് പോലും ചിലപ്പോൾ പലരും ചോദിക്കുമ്പോൾ ഇതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ട്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ആരാണ് യഥാർത്ഥം, അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഭൂമി വിട്ടു പോയാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇതാണ് ഇവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്.
അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും ഗ്രൂപ്പിൽ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഓക്കെ. ഇന്നത്തെ സെഷൻ നമ്മൾ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, ചിലര് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പൊ അത്തരം ഒരു സെഷനിലേക്കാണ് ഇന്ന് നമ്മൾ പോകും. ഓക്കെ. ഇത് പൈസക്കാണോ എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ. ഇത് പലരും പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനൊന്നും മൂല്യമില്ല, ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല എന്ന് എല്ലാ ട്രെയിനർമാരും എല്ലാവരോടും പറയുന്നതാണ്. ഫ്രീ ആയിട്ട് എനിക്ക് ഇതിനകത്തുനിന്ന് ഭയങ്കര വാല്യൂ. ഞാനിത് ഫ്രീ ആയിട്ടല്ല തരുന്നത്. ഓക്കെ. നിങ്ങൾ വിചാരിക്കും ഇത് ഫ്രീ ആണോ, പക്ഷെ ഇത് ഫ്രീ അല്ല. എനിക്ക് നല്ല വാല്യൂ ഉണ്ട്. ഞാനിത് നിങ്ങൾക്ക് തരുമ്പോ എനിക്ക് കിട്ടുന്നതാണല്ലോ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണല്ലോ എനിക്ക് കിട്ടുന്ന സമ്പത്ത് അല്ലെങ്കിൽ സമാധാനം, സന്തോഷം എന്ന് പറഞ്ഞത്. ഞാന് ബാക്കിയുള്ള ട്രെയിനർമാർ കൊടുക്കും പോലെയല്ല ഞാൻ കൊടുക്കുന്നത്. എല്ലാത്തിനും വ്യത്യസ്ത രീതികളുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ മാർഗങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. പക്ഷെ ഞാനിത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിത് ഒരിക്കലും ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു അറിവ് പറഞ്ഞു തരുമ്പോൾ എനിക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്രീ അല്ലാപ്പ. പിന്നെ ശരിയാണ് ആളുകൾ പറയുന്നത്, വെറുതെ കിട്ടുന്നതിന് വാല്യൂ ഇല്ല എന്ന്. വെറുതെ കിട്ടുന്നതിന് മൂല്യം കൽപ്പിക്കാനും ആകില്ല. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ശരിയാ. പൈസ കൊടുത്ത് വാങ്ങുന്നതിന് മൂല്യം ഉണ്ടാവും. ഒരു കാറ് വാങ്ങി കഴിഞ്ഞാൽ കൊച്ച് അതേലൊന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ എടുത്തിട്ട് അടിക്കും, അല്ലെ? ഒരു കല്ലെടുത്ത് കാറയിൽ വരച്ചു കഴിഞ്ഞാൽ ഈ കൊച്ച് ആ കാറിനേക്കാൾ എത്രയോ കോടി വിലമതിക്കാൻ കഴിയാത്തതാണ് എന്ന് അന്നേരം മനുഷ്യന്റെ മനസ്സ് ചിന്തിക്കൂല. അതുപോലെ തന്നെയാണ് ഈ ക്ലാസ്. മനസ്സിലായോ? അതുപോലെ തന്നെ. ഓക്കെ. അതുപോലെ തന്നെയാ. ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജില് അപ്പൊ ചോദിക്കും, ഇനി അഡ്വാൻസിൽ നിങ്ങൾ പൈസ വാങ്ങുമോ? പൈസ വാങ്ങും നമ്മൾ. അത് പക്ഷെ ഒരു രൂപ മുതലായി. ഒരു രൂപ എടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? 1 രൂപ മുതൽ അവരുടെ കഴിവിനനുസരിച്ച്. അത് നമ്മൾ വേറെ 1 രൂപ എടുക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിരിക്കും. ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിരിക്കും. 1 രൂപ എടുക്കാൻ കഴിയാത്ത ആളുണ്ടെന്നെങ്കിൽ 1 രൂപ അല്ല, 1 രൂപ മുതൽ മുകളിലോട്ട് അവരുടെ കഴിവിനനുസരിച്ച് അവർ ഗുരുദക്ഷിണയൊക്കെ ചിലപ്പോൾ കൊടുത്തുന്നിരിക്കും. അതൊക്കെ പൈസ കിട്ടുന്നിരിക്കും. കാരണം ഇതൊരു മിഷനാണ്. ഇത് ചുമ്മാ നടത്തുന്നതല്ല. ഇത് പലരിലേക്കും ഇത് എത്തിക്കാനുള്ളതാണ്. സാധാരണക്കാർക്കും കൂടി ഇത് ലക്ഷങ്ങളും കോടികളും, അതായത് ഇത് സമ്പന്നരുടെ വരേണ്യ വിഭാഗത്തിന്റെ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുള്ളവർക്ക് മാത്രം സ്വായത്തമാക്കിക്കൊണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് ഇന്നിപ്പോ നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും പേയ്മെന്റ് ആയിരുന്ന പലരും നിർത്തി. ഞങ്ങളിപ്പോ പൈസ മേടിക്കണില്ല, നിങ്ങൾക്കിപ്പോ ഫ്രീ ആണ്, എല്ലാവരും വന്നോ എന്ന് പറഞ്ഞു തുടങ്ങി പല പ്രോഗ്രാമുകളും. അപ്പൊ അങ്ങനെയല്ല. ഇത് അതിനോടൊന്നും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പോകണ്ട. ഇത് സെപ്പറേറ്റ് ആണ്. ഓക്കെ. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് എന്ന് പോലും അവർക്ക് അറിയില്ല. എവിടെന്നെങ്കിലും എന്തെങ്കിലും അറിവും മൂല്യമൊക്കെ പഠിച്ചിട്ട് ഞാനാണ് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊന്നും യാഥാർത്ഥ്യമല്ല. അങ്ങനെയുള്ള ആരും ഇവിടെ വന്നിരിക്കുകയും വേണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പ്രോസസ്സുകളിലും ഇതിലൊക്കെ പോയി ഇരുന്ന് അതിനോട് അടിമത്തം പ്രഖ്യാപിച്ച് അതിന്റെ കൂടെ ഇരിക്കുന്ന ആരും ഇവിടെ വന്നിരിക്കണ്ട. അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്നിരുന്നിട്ട് അവിടെ പോയി കോഴി കൊത്തുന്ന പോലെ കൊത്തി കൊടുക്കുന്നതും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാരും നമുക്കറിയാം. ഒരു 3-4 പേരൊക്കെ അതിനു വേണ്ടി മാത്രമായി അങ്ങനെ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഇവിടെയുള്ള സംഭവം. ഓക്കെ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. എല്ലാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. അല്ലാത്ത ആളുകൾ ഒഴിവായി അവരവരുടെ പാട്ടിന് പോവുക. അവിടെ ഇവിടെയൊക്കെ ചാടി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസ്വസ്ഥത മാത്രമായിരിക്കും ഫലം. ഇവിടെ
ഇനി ഇത് കേട്ടല്ലോ, അത് അവിടെ പോയി. വേണ്ട, ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരെ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് 3-4 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു മാറ്റം വരുത്തി നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷം അനുഭവിച്ച് മരിച്ചു പോകാം. അതാണ് ഇവിടുത്തെ ഗ്യാരണ്ടി. ഓക്കെ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളൊരു കുറച്ച് സമയം, അധികം സമയമല്ല, സാധാരണ എടുക്കുന്നതിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൂടുതലെടുക്കും. ധൃതിയുള്ളവർ ക്ഷമിക്കുക. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്നതിന്, ഇത്രയും ആളുകൾ വന്നിരിക്കുന്നതിന് ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി രേഖ. കാരണം ഇത്രയും ആത്മാക്കൾ, ഞാൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ശരീരത്തോടല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ സോളിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ഇത്രയും ആത്മാക്കൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കൃത്യമായി എത്രയോ ആളുകൾ, നിങ്ങൾക്ക് നോക്കി വളരെ ചുരുങ്ങിയ ദിവസമായിട്ടുള്ള ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് അത് 2 മാസം പോലും പൂർത്തിയായിട്ടില്ല. അതിനുള്ളിൽ ഇത്രയും ആളുകൾ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നിരിക്കുക എന്ന് പറയുന്നത് എനിക്കതൊരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യരുടെയും ആത്മാവിന് വലിയ വലിയ ശക്തിയുണ്ട്, വലിയ ശക്തി. ആ ശക്തിയെ തിരിച്ചറിയിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പലതും ചെയ്യാൻ കഴിയും. ഇവിടെ ഇങ്ങനെ ഈ സഫർ ചെയ്ത് കഷ്ടപ്പെട്ട് യാചിച്ച് ബുദ്ധിമുട്ടി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്ന് ബോധ്യപ്പെടുത്തി തരിക മാത്രമാണ് എൻ്റെ കടമ. ഇതിന്റെ ഒരു 3-4 സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഇത് പിന്നീട് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോയി നടക്കാൻ കഴിയുന്നതാണ്. അതൊരു പ്യൂരിഫിക്കേഷൻ ലെവലാണ്, സോളിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ ലെവലാണ്. ഇത് ഞാൻ തന്നെ സ്വയമായി കണ്ടെത്തിയതും എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പകർന്നു തന്നതും ആയ ഒരു അറിവാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ലോകത്തെ ഏറ്റവും ആപ്റ്റാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇങ്ങനെ തരുന്നത്. ഈ രാവിലത്തെ പ്രോഗ്രാം എപ്പോഴും ഫ്രീ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉപകാരപ്രദമാക്കുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറക്കം എന്ന രഹസ്യത്തെ കുറിച്ചാണ്. ഉറക്കം. എല്ലാ മനുഷ്യരും ഉറങ്ങൂല്ലേ? ചിലർക്ക് ഉറക്കത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില സംഭവങ്ങളാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില രഹസ്യം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത മറിഞ്ഞിരിക്കുന്ന ചില രഹസ്യം, എന്നാൽ നമുക്കറിയാവുന്നതുമാണ്. നമ്മളുടെ സോളിന് ഇതെല്ലാം അറിയാം. സോളിന് ഇതെല്ലാം അറിയാം. നിങ്ങളുടെ ആത്മാവിന് ഇതെല്ലാം അറിയാം. ആത്മാവിന് എല്ലാം അറിയാം. അപ്പൊ നമ്മള് ഇത് ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ അറിവൊന്നും ഇവിടെ കൊണ്ടുവന്ന് തട്ടണ്ട. ഉണ്ടോ? ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ. ഉറക്കം ഒരു ടൂളാണ്. ഒരു ടൂൾ. ഉറക്കം എന്നാൽ ഒരു ടൂളാണ്. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂൾ. നമ്മുടെ ആത്മാവിന്റെ ഒരു ഉപകരണമാണ് ഉറക്കം. സത്യത്തിൽ ഓരോ രാത്രിയും നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുക. ജീവിതത്തിൽ നമ്മൾ എന്താണോ ജീവിതകാലം മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സോൾ, നമ്മളുടെ ആത്മാവ് ജീവിതകാലം മുഴുവൻ എന്തിനെയാണോ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ആ അവസ്ഥ നാം അറിയാതെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. ഞാനിതാണ് ആനന്ദ സാറെ പറഞ്ഞത്. നിങ്ങള് ChatGPT നോക്കിയിട്ട് പറയരുത്. ഓക്കെ. അപ്പോ ഒരു ടൂൾ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഏതോ ഒരു സ്പേസ് ഷിപ്പിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി എലോൺ മസ്കിന്റെ സ്പേസ് എക്സിനകത്ത് പോയിട്ട്
പരിശീലനം നേടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു വാഹനത്തിനകത്ത് കയറി ഇങ്ങനെ എയറില്ലാത്ത ഒരു ഇതിനകത്തിട്ട് കയറിയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇല്ലെങ്കിൽ ഈ സ്പേസ് യാത്രയ്ക്ക് പോണതിന് മുമ്പ് അവർക്ക് ചില ട്രെയിനിങ്ങുകൾ കൊടുക്കും. സ്പേസ് യാത്രയ്ക്ക്, അതായത് അവിടെ വായു ഇല്ലാത്തതുകൊണ്ട് അതിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കും. ഈ ട്രെയിനിങ് ആണ് നിങ്ങളുടെ അനന്തതയിലേക്കുള്ള യാത്രയുടെ ട്രെയിനിങ്. അപ്പൊ എല്ലാരും പറയും ഈ പറഞ്ഞ പോലെ ഇതൊരു മരണമാണ്. മരണമല്ല. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് ആണ് എല്ലാ ദിവസവും നമ്മൾ ഉറക്കത്തിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണം. വേണമെങ്കിൽ അതിന് നമ്മളൊരു സ്പേസ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു 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 ട്രെയിനിങ് സെന്റർ എന്ന് പറയും. ട്രെയിനിങ് സെന്റർ. നമ്മൾ ഈ ശരീരമാകുന്ന കൂട്, നമ്മുടെ ശരീരമാകുന്ന വാഹനം ഉപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ ഒരു ചെറിയ ട്രെയിനിങ്. അതിനെ ആളുകൾ പറയും അത് ചെറിയ മരണമാണ്, സ്മോൾ ഡെത്ത് ആണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ഒരു ഉപകരണമാണ് ശരി. കാരണം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി കണ്ണുകൾ അടയ്ക്കുമ്പോൾ, ആ കണ്ണുകൾ അടച്ച് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഈ ലോകം നിങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുക. ഈ ലോകം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ഡിപ്രഷൻ, നിങ്ങളുടെ ആങ്സൈറ്റി എല്ലാം അപ്രതീക്ഷിതമായി പോകും. ഉറങ്ങുന്ന സമയത്ത് ഒന്നും, പ്രകാശം പരക്കുമ്പോൾ, രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഓരോ ഇതിന്റെയും നിഴലുകൾ ഇങ്ങനെ മാറി 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 പോകൂലേ, അതുപോലെ നിങ്ങളുടെ ഈ ലോകം നിങ്ങൾ ഉറങ്ങുമ്പോൾ പ്രതീക്ഷിതമായി പോകും. ഈ സോൾ ആ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? കുറച്ചുപേര് വലിയ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങോട്ടാണ് ഈ ഇത് പോകുന്നത്. മഹത്തായ ഒരു യാത്രയ്ക്ക് മുമ്പുള്ള ഒരു റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. വലിയൊരു യാത്രയ്ക്ക് മുമ്പ്. അത് നമ്മൾ കോൺഷ്യസ് ആണ് ഉറക്കത്തില്. നമ്മൾ തൊട്ടാൽ നമുക്കറിയും അല്ലെ? മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം പലരും അന്വേഷിച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം സോൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിലൂടെ വ്യക്തമായിട്ട് എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ മാജിക് മൈൻഡ് ടോക്സ് എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങൾ കാണണം. ഓരോ ക്ലാസ്സുകൾ എടുത്ത് കാണണം. ചിലത് 30 മിനിറ്റ്, 40 മിനിറ്റ്, 50 മിനിറ്റ് ഒക്കെ വരുന്ന ക്ലാസ്സുകളുണ്ട്. അത് പരമാവധി കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ. അവിടെ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ ബന്ധിക്കാതെ ഇരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മൾ ജാഗ്രതയിലുള്ള സമയത്ത് നമ്മുടെ ആത്മാവ് ഇവിടെ ഫിക്സഡ് ആണ്. നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഫിക്സഡ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ രക്തചംക്രമണത്തിനൊപ്പം അത് എവിടെ വേണമെങ്കിലും ശരീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ എനർജിയിലൂടെ നമ്മൾ വിരലുകൾ ഉയർത്തുന്നു, കൺപീലുകൾ അടയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു അല്ലെ? സാധനം മാറിയ കംപ്ലീറ്റ് ഇതാവും. അങ്ങനെയുള്ള ഉറക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു വസ്ത്രം പോലെ നമ്മൾ ബെഡിൽ കിടക്കുന്നു. നമ്മുടെ ശ്വാസം മന്ദഗതിയിലാകുന്നു. ഇന്ദ്രിയങ്ങളുടെ എല്ലാ വാതിലുകളും അടയുന്നു, പഞ്ചേന്ദ്രിയങ്ങളിൽ. പിന്നെ നമ്മളെ ആരിലും തൊട്ട് വിളിച്ചാൽ മാത്രമാണ് നമുക്ക് ടച്ചിങ് ഫീൽ ചെയ്യൂ. മനസ്സ് പൂർണ്ണമായിട്ടും അതിന്റെ സംസാരത്തെ നിർത്തുന്നു. മനസ്സ് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിന്റെ സംസാരമാണ് നമ്മുടെ തോട്ട്സ് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് ആൻ എനർജി, ഒരു എനർജിയാണ്. അപ്പൊ ആ നിശ്ചലതയിൽ
ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ മറക്കുന്ന മേഖലകളെ നിങ്ങളുടെ ആത്മാവ് ടച്ച് ചെയ്യുക. ജാഗ്രതയിലിരിക്കുക. അതാണ് നിങ്ങൾ ഒരു സ്വപ്നം എന്ന് പറയുന്ന ഒരു രഹസ്യ ഉദ്യാനാണ്. അവിടെ നിങ്ങൾ ചില സമയത്ത് പുറകോട്ട് പോവാം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ വരെ പോയി നിങ്ങൾ കണ്ടിട്ട് വരും. ചിലര് മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണും. ചിലർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളെ അപ്രതീക്ഷിതമായി സ്വപ്നത്തിൽ കാണും. ഒരു പരിചയമില്ലാത്ത ആളുകളെ കാണും. ഇതൊക്കെ നിങ്ങള് ആത്മാവ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ വന്നിരുന്ന് മാറിയ ആളുകളും ഉണ്ടാവും. ഓക്കെ, ഇത് എല്ലാ മതഗ്രന്ഥങ്ങളിലും നിങ്ങളുടെ ഈ ആത്മാവിന്റെ സഞ്ചാരത്തെക്കുറിച്ചും ഈ ആത്മാവിന്റെ നിശ്ചലതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഉറക്കത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 39-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അള്ളാഹു അവരുടെ ആത്മാക്കളെ മരണസമയത്ത് ശരീരത്തിൽ നിന്നും എടുക്കുന്നു. മരിക്കാത്തവയെ അവരുടെ ഉറക്കത്തിൽ നിന്നും എടുക്കും. ഉറക്കത്തിൽ അവർക്ക് അത് എക്സ്പീരിയൻസ് കൊടുക്കുന്നു. മരണസമയത്ത് പോകുന്ന എക്സ്പീരിയൻസ് ഉറക്ക സമയത്ത് അവർക്ക് കൊടുക്കും. ഉറക്കത്തിൽ അവർ ഏറ്റെടുക്കുകയാണ് ദൈവം, ഈശ്വരൻ, നമ്മുടെ ആത്മാവിനെ ഏറ്റെടുക്കുകയാണ് ആ സമയത്ത്. ഉറക്കത്തിൽ പോലും അവൻ മരണം വിധിച്ചവയെ അവന്റെ അടുത്ത് തന്നെ നിലനിർത്തുകയും അല്ലാത്ത സമയത്ത് തിരിച്ച് അവരുടെ അവധി വരെ മോചിപ്പിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചവരൊക്കെ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇപ്പം ദേഹട്ടമായിട്ട് ഒരു ചെറിയ മരണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിന്റെ പൂർണ്ണമായ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് താൽക്കാലികമായ ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്നും ആത്മാവ് മോചിതനായി തിരിച്ച് വരുന്നൊരു പ്രക്രിയയാണ് എന്നാണ് പറയുന്നത്. ഓരോ രാത്രിയിലും ആത്മാവ് അതിന്റെ കൂട്ടിൽ നിന്നും പുറത്തു പോകുന്നത് കൃത്യമായി ആസ്വദിക്കാനാണ് എന്നാണ് ആത്മജ്ഞാനികൾ പറയുന്നത്. അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സോളിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യണം. പ്യൂരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സോള് സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴാണ് വലിയ പുഴകൾ ചാടിക്കടക്കുന്നതും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോയി തിരിച്ചു വരുന്നതൊക്കെ നിങ്ങളുടെ സോൾ പ്യൂരിഫിക്കേഷനിലൂടെ നിങ്ങൾ നേടുന്ന ആ ശക്തി കൊണ്ട് നിങ്ങൾ സ്വപ്നത്തിലൂടെ വളരെ കൃത്യമായി നിങ്ങൾക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പലതും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും ഉറക്കത്തിൽ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പൊ കാണുന്നത് ചിലപ്പോൾ ഒന്ന് വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തിട്ട് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുന്നതായിരിക്കും. അതൊന്നും അല്ല, അതിനപ്പുറത്ത് വലിയ സംഭവങ്ങളുണ്ട്. ഉപനിഷത്തുകളിൽ വളരെ കൃത്യമായി ഇതെല്ലാം പറയുന്നുണ്ട്. ഉപനിഷത്തുകൾ പറയുന്നത് ചാന്തക്യോപനിഷത്ത് 6-ാം അധ്യായം 8-12 വളരെ കൃത്യമായിട്ട് ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ പരമാത്മാവുമായി ബ്രഹ്മവുമായി ഒന്നാകും എന്നാണ്. സ്വന്തത്തിലേട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഉറക്കം എന്നാണ് ചാന്തക്യോപനിഷത്തിൽ പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് ആത്മാവ് പരമോന്നാത്മാവായ പരമാത്മാവിലെ ബ്രഹ്മത്തിലേക്ക് മടങ്ങുന്നു. അത് ഭയമോ ആഗ്രഹമോ അറിയുന്നില്ല, അത് എല്ലാറ്റിനോടും ഒന്നാണ്. അതായത് ആ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ് എന്നാണ് ചാന്തക്യോപനിഷത്ത്. അത് ഏകദേശം മറ്റേ ഇതിന് തന്നെയുള്ള ഒരേ അവസ്ഥ തന്നെയാണ്. ഒരേ അവസ്ഥ. നമ്മള് ഓരോ ഗാഠനിദ്രയിലും പൂർണ്ണമായും ഗാഠമായ നിദ്രയിലാകുമ്പോൾ നമ്മൾ ഈ ട്വിന്നായിട്ടുള്ള ശരീരം, ആത്മാവ്, മനസ്സ്, അല്ലെങ്കിൽ ആ ത്രിയേകത്വം, അല്ലെങ്കിൽ അതാണ് അത് ശരീരം, മനസ്സും ആത്മാവും ചേർന്ന ഒന്നിനെ മറക്കുകയാണ്. മറന്നുകൊണ്ട് ആ ഒന്നിൽ ലയിക്കുകയാണ്. മിറാക്കിളാണ് ശരിക്കും. ആ ഒരു മിറാക്കിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ സമയത്താണ്. ഗാഠമായ ഉറക്കം മോക്ഷത്തിന്റെ രുചിയാണ്. അതാണ് മോക്ഷം കിട്ടി ഗാഠമായ ഉറക്കത്തിലൂടെ സുന്ദരമായ സ്വപ്നത്തിലേക്ക് പോകുന്ന ആത്മാവ് സത്യത്തിൽ ജീവിതകാലം മുഴുവൻ നാം എന്തിനെയാണോ അന്വേഷിക്കുന്നത് ആ അവസ്ഥയെ നാം അറിയാതെ സ്പർശിച്ചു പോവാം. ക്രിസ്തു മതത്തിലും ഇത് തന്നെയാണ് പറയുന്നത്.
സങ്കീർത്തനം 4:8 പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കർത്താവെ, നീയല്ലോ എന്നെ സുരക്ഷിതമായി ആക്കുന്നു. ഇത് തന്നെയാണ് പറയുന്നത്. സമാധാനത്തെ കർത്താവിന്റെ കയ്യിലാണല്ലോ ഉറങ്ങുന്നത്. കർത്താവിന്റെ കയ്യിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8:52 പറയുന്നു, മഹാനായ യേശു ആ പെൺകുട്ടിയെ കുറിച്ച്, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല. മരിച്ച പെൺകുട്ടിയെ കണ്ട് കരയുന്ന ആളുകളോട് പറയണം, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. ഉറക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുതലിന്, ഡിവൈന്റെ കരുതലിന് കീഴടങ്ങുന്ന ഒരു പ്രവൃത്തിയാണ്. ഇന്നത്തെ സോൾ അവേക്കനിങ് പ്രോസസ്സും വളരെ പവർഫുൾ ആയിട്ടായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും വിശുദ്ധന്മാരും സന്യാസിമാരും സൂഫി വര്യന്മാരും ഔലിയാക്കും, അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ഡിവൈനിറ്റിയെ അടുത്തറിഞ്ഞ ആളുകളെല്ലാം, എല്ലാവരും, ഇവരുടെ ഉറക്കം എന്ന് പറയുന്നത് അവർ സൃഷ്ടാവിൽ, ദൈവത്തിൽ, ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ, വൺ ആൻഡ് ഓൺലി ക്രിയേറ്റർ, സൃഷ്ടാവിലേട്ട് ലയിച്ചുകൊണ്ടുള്ള ഉറക്കമായിരുന്നു അവരുടെ ഉറക്കം എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ ഭൂമിയിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ആ ഉറക്ക സമയത്ത് ചിന്തിച്ചിരുന്നില്ല. ഉറക്കത്തിന് മുമ്പ് അവര് എല്ലാം കർത്താവിന്റെ കയ്യിൽ അർപ്പിച്ച്, എല്ലാം ഈശ്വരന്റെ കയ്യിൽ അർപ്പിച്ച്, എല്ലാം ദൈവത്തിന്റെ കയ്യിൽ അർപ്പിച്ച്, പൂർണ്ണമായും ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ആണ്, ഞാൻ നിന്റെ കരങ്ങളിലേട്ട് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെയാണ് ഈ വിശുദ്ധന്മാരെല്ലാം ഉറങ്ങാൻ പോയി. ഞാൻ നിന്റെ കരങ്ങളിലേട്ട്, പ്രിയപ്പെട്ടവന്റെ, ഈശ്വരന്റെ, സൃഷ്ടാവിന്റെ കരങ്ങളിലേട്ട് എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാം. ഉറക്കം വെറും ഒരു വിശ്രമമല്ല, അത് ആത്മാവിന്റെ യഥാർത്ഥ വീട്ടിലേട്ടുള്ള ഒരു യാത്രയാണ്. ഭാഷയിലും സംസ്കാരത്തിലും മതങ്ങളിലും ധർമ്മങ്ങളിലും ജാതികളിലും ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും മനുഷ്യാരംഭകാലം മുതലുള്ള പാരമ്പര്യം, മനുഷ്യാരംഭകാലം മുതൽ യഥാർത്ഥ മനുഷ്യൻ, ഒറിജിനൽ മനുഷ്യൻ എന്ന് പറയുന്നത്, ഒറിജിനൽ മനുഷ്യൻ, മറ്റതെല്ലാം കൂട്ടിക്കടത്തൽ വന്നതാണ്, കൈകടത്തലുകൾ വന്നതാണ്, നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നാണ്. ഒരു രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് 2 കൈകളിലാണ്, 2 ചെവികളിലാണ്, 2 കണ്ണുകളിലാണ്, മൂക്കിലാണ്, വായിലാണ്, നമ്മുടെ ശരീരത്തിലാണ്. എല്ലാ മനുഷ്യരെയും ഒന്നാണ്. അതാണ് പ്രപഞ്ച സത്യം. ആ യഥാർത്ഥമായ ആത്മാവിന്റെ ഒരു സ്വഭാവമുണ്ട്. നമ്മളുടെ താൽക്കാലിക ശരീരങ്ങളിൽ ആണ് നമ്മൾ കുടികൊള്ളുന്നത് എന്ന് എല്ലാ രാത്രിയിലും നമ്മെ ഈ ഉറക്കം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ ബോധപൂർവം നിങ്ങൾ പറയണം, പ്രിയപ്പെട്ടവനിലേക്ക്, ആ പരമാത്മാവിലേക്ക് മടങ്ങുന്ന ഒരാളായി, ആ ഒരു ബോധത്തോടു കൂടി വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ. സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറുണ്ട്, ഇത് എന്താണ് ഇങ്ങനത്തെ സ്വപ്നം? ചിലർ പറയും, ഞാൻ രാവിലെ കാണുന്ന സ്വപ്നം ഫലിക്കും. അതൊക്കെ ഓരോ എക്സ്പീരിയൻസിലൂടെ ഉണ്ടായി വരുന്നതാണ്. നമ്മളിങ്ങനെ അതങ്ങനെ ആയി അതിന്റെ നെഗറ്റീവ് വശം മാത്രം, അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. സ്വപ്നം എന്ന് പറയുന്നത് തന്നെ ആത്മാവിന്റെ ഭാഷ. ചില ചിഹ്നങ്ങൾ, കഥകൾ, അടയാളങ്ങൾ, ചില കാര്യങ്ങൾ, അതിലൂടെ നിങ്ങളുടെ മനസ്സിനോട് ആത്മാവ് സംസാരിക്കുന്ന ഒരു രീതിയാണ് സ്വപ്നം. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും പലപ്പോഴും ചില സ്വപ്നങ്ങൾ മറന്നു പോവാത്തത്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ മനസ്സിലേട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജും ഒരു സംസാരവും ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? അത് നിങ്ങൾ ഓർത്തിരിക്കും. ചിലപ്പോ ചില സ്വപ്നങ്ങൾ തന്നെ
നിങ്ങളുടെ ദൈനംദിനമായ ചിന്തകളുടെ ബാക്കി പത്രമാണ്. നിങ്ങളുടെ ദൈനംദിനമായ ചിന്തകളുടെ ബാക്കി പത്രമാണ് ചില സ്വപ്നങ്ങൾ. മനുഷ്യൻ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കൂലേ? കുറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. കുറെ കാര്യങ്ങൾ. ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ആ ബാക്കി പത്രം, മനസ്സ് ആത്മാവിന് കൊടുക്കുന്ന ചില മെസ്സേജുകളും സ്വപ്നത്തിൽ കാണും. മെസ്സേജുകൾ. അത് പക്ഷേ നിങ്ങളുടെ ആത്മീയമായ അല്ലെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള ലോകമായിട്ട് ഒരു ബന്ധവും കാണും. അത് ഈ മനസ്സ് കൊടുക്കുന്ന മെസ്സേജിലൂടെ ആത്മാവ് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതാണ് ചില പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും തീ പുറകെ എത്തുന്നു, ആന പുറകെ എത്തുന്നു, ചിലർ പാമ്പിനെ കാണുന്നു. അങ്ങനെ ഓരോരോ സംഭവം. മനസ്സിന്റെ ആ കുഴപ്പങ്ങളെ ക്രമീകരിക്കാനുള്ള ചില മാർഗമാണ്. അത് മനസ്സ് പറയുന്നതാണ്. എന്നാൽ മറ്റു ചില സ്വപ്നങ്ങൾ അപൂർവമായ സത്യത്തിന്റെ നേർക്കാഴ്ചകളായിരിക്കും. ആത്മാവിന്റെ യാത്രയുടെ ദർശനങ്ങളായിരിക്കും. ഉയർന്ന ലോകത്തിൽ നിന്നുള്ള നമ്മുടെ ഈ ലോകവും കഴിഞ്ഞുള്ള നമ്മുടെ ആത്മാവ് സോള് പോകുന്ന മറ്റൊരു ലോകത്തിൽ നിന്നുള്ള മന്ത്രിപ്പുകളായിരിക്കും. അങ്ങനെ പലതും നിങ്ങളിലേക്ക് സ്വപ്നത്തിലൂടെ എത്തും. അതുകൊണ്ടാണ് പലപ്പോഴും ആ സ്വപ്നത്തെ കൃത്യമായിട്ട് മനുഷ്യന് പലർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാതെ വരുന്നത്. വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ ചില സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ പോലും പറ്റൂല. നമ്മൾ പെട്ടെന്ന് വീഴുന്ന സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് വീണു പോണതായിട്ട്. ആ വീണു പോകുന്നത് നമ്മുടെ ആത്മാവ് ഈ ഒരു ഭൂമിയിൽ പിടിച്ച് തന്നെ നിൽക്കണം, ഈ ഒരു ശരീരത്തിൽ തന്നെ നിൽക്കണം എന്ന അമിതമായ ആഗ്രഹമുള്ള ചില മനുഷ്യർക്കാണ് ഈ വീഴ്ച പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ഈ ശരീരത്തോട് ഭയങ്കര സ്നേഹമാണല്ലോ. ഭയങ്കര സ്നേഹമാണ്. അതും ഒരു സമർപ്പണത്തിന്റെ കുറവാണ്. ഓക്കെ, പതിയെ അത് മനസ്സിലാവും നിങ്ങൾക്ക്. ഈ സ്വന്തം അസ്തിത്വത്തിനോടുള്ള, ഈ ഭൂമിയോടുള്ള അമിതമായ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സമർപ്പണത്തിന്റെ ഒരു കുറവാണത്. നിങ്ങൾ വിചിത്രമായ ചില സ്ഥലങ്ങൾ കാണും നിങ്ങളുടെ സ്വപ്നത്തില്. അതൊക്കെ ആത്മാവ് കാലത്തിനപ്പുറത്തായിട്ടുള്ള ഒരു യാത്രയാണ്, അലഞ്ഞു തിരിയലുകളാണ്. ഉറക്കം എന്ന് പറയുന്നത് തന്നെ മഹത്തായ ഒരു സമർപ്പണമാണ്. മഹത്തായ ഒരു സമർപ്പണം. ഓരോ രാത്രിയും നിങ്ങൾ എത്ര ഭയങ്കരനോ, എത്ര ശക്തനോ, ലോകത്തെ തന്നെ ഭരിക്കുന്നവനോ നിങ്ങളാണെങ്കിലും നിങ്ങൾ സമർപ്പിച്ചേ മതിയാവും. ദിവസം ഉറങ്ങാതിരുന്ന എന്നായിരിക്കും അവസ്ഥ? ദിവസം ഉറങ്ങാതിരുന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ 7:10 7:15 ഇടയിൽ സോൾ അവേക്കനിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കയറാനുള്ള ആളുകളോട് എത്രയും പെട്ടെന്ന് കയറാം. ഓക്കെ, ഉറക്കം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹത്തായ സമർപ്പണമാണ്. സറണ്ടറിങ് ആണ്. സറണ്ടറിങ്. 10 ദിവസം ഉറങ്ങാതെ, അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസമൊക്കെ ഉറങ്ങാതെ, പൊട്ടും ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുഴിയിൽ വീഴുന്നതായി സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഇപ്പോ കാണുന്നില്ല. ഇപ്പൊ ഈ പ്രോസസ്സിൽ കുറെ ദിവസമായിട്ട് ദീപക് സാർ സ്ഥിരമായിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഓരോ രാത്രിയും നിങ്ങൾ സമർപ്പിക്കുകയാണ്. ഓരോ രാത്രിയും നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണ്. സറണ്ടർ ചെയ്യാതിരിക്കാൻ ഭൂമിയിൽ ആർക്കും പറ്റൂല. അങ്ങനെ ഉറങ്ങാതിരുന്നാൽ അയാൾക്ക് പല പ്രശ്നവും വരും. മിനിമം സമയമെങ്കിലും അയാൾ കണ്ണടച്ചിരിക്കും, കംപ്ലീറ്റ്ലി സമർപ്പിച്ചിരിക്കും. കംപ്ലീറ്റ്ലി. അവിടെ നിങ്ങൾ എത്ര ശക്തനായിട്ടും കാര്യമില്ല, എത്ര മിടുക്കനായിട്ടും എനിക്കിതൊക്കെ അറിയാം എന്നൊന്നും വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമർപ്പണത്തിന്റെ കുറവാണ്. നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ശരീരത്തെയും ആ അജ്ഞാതമായതിന് നിങ്ങൾ സമർപ്പിക്കുകയാണ് ഉറങ്ങുമ്പോൾ. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോളജ് വരുന്നത്. ഒരു ചെറിയ മരണമാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അത് വിശ്വസിച്ച് എന്തോ ഒരു അജ്ഞാതമായ ഒന്നിനെ നിങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ ആ ശരീരവും മനസ്സും അവിടെ
കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നാളെ ഞാൻ ഉണരും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് അവിടെ ഉള്ളത്, അല്ലേ? ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. എനിക്ക് കംപ്ലീറ്റ്ലി സമർപ്പിക്കുകയാണ്, കംപ്ലീറ്റ്ലി. ഉറക്കം, അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഉറക്കം അല്ലെങ്കിൽ മരണം ഒരു നഷ്ടമല്ല, അതൊരു തിരിച്ചുവരവാണ് എന്നാണ്. തിരിച്ചുവരവ്. ഖുറാനില് ഗുഹാവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 അധ്യായമുണ്ട്. ഇത് ഏറ്റവും നടുക്കുള്ള ഒരു അധ്യായമാണ്, ഏറ്റവും സെന്ററിൽ. അൽ കഹഫ് എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അതില് യേശു വന്ന സമയത്ത് യേശുവിൽ വിശ്വസിച്ച കുറച്ച് ആളുകൾ അവിടുത്തെ ആ വിശ്വാസം സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റാതെ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഇവര് ആ നാട് വിട്ടു പോവാണ്. നാട്ടിൽ പിന്നെ രക്ഷയില്ല. നാട്ടിലെല്ലാവരും യേശുവിന്റെ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരായി. അങ്ങനെ ആ നാട്ടിൽ നിന്ന് ഇവര് ജീവനെടുത്ത് രക്ഷപ്പെട്ട് ഓടിപ്പോവാണ്. ഈ ഓടിപ്പോയ ആളുകള് ഒരു ഗുഹയിൽ കയറുകയാണ്. ഒരു ഗുഹയിൽ കയറിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അപ്പൊ ഇവരും ഇവരുടെ ഒരു നായയുണ്ട്. അപ്പൊ ഇവര് ആ ഒരു ഗുഹയിൽ ഇങ്ങനെ വെളിച്ചം വരും. ആ വെളിച്ചത്തിനനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ദൈവം കിടത്തുന്നതായിട്ടും പ്രകാശം അവരുടെ ദേഹത്ത് തട്ടുന്നതായിട്ടും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇവർ ഈ ഉറങ്ങിയ സമയം എത്ര സമയമാണെന്ന് ഇവർക്കൊരു കണക്കുമില്ല. ഉറങ്ങിപ്പോയത് എത്ര സമയമാണ് എന്നതിന് ഒരു കണക്കുമില്ല. ചിലര് പറഞ്ഞു 300 വർഷം എന്ന് പറയുന്നുണ്ട്, ചിലർ 400 വർഷം, ചിലർ 1000 വർഷം വരെ ഉറങ്ങി എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് എഴുന്നേറ്റ കാലഘട്ടം എന്ന് പറയുന്നത് ഇവര് ജീവിച്ചിരുന്നിരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇവര് ആ പൈസ കൊണ്ട് പുറത്ത് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ പൈസ നാട്ടില് കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ചുറ്റും കൂടുകയും ഇത് അന്ന് പൈസയൊക്കെ മാറിപ്പോയായിരുന്നു. പിന്നീട് അവിടെ അവരവിടെ ആ സമയത്ത് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ ആ അധ്യായത്തെ തന്നെ എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരം അതായത് മനുഷ്യന്റെ ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല, മറിച്ച് അത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് എന്ന്. ഇങ്ങനെ ഉറങ്ങിപ്പോയ സംഭവങ്ങളെ കുറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് കേട്ടോ. 6 മാസം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവത്തെ കുറിച്ചും ഒക്കെ കുംഭകർണനും നിങ്ങൾ അങ്ങനെ പല 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 ഇതുണ്ട്, ഒരുപാട് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ ഗുഹാവാസികളുടെ ചരിത്രം ഇതുപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസത്തിലും പറയുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇത്തരത്തിലാണ് ഈ സംഭവത്തെ, ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 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 നഷ്ടമല്ല. ഉറങ്ങുന്നത് ഒരിക്കലും നഷ്ടമല്ല, മറിച്ച് ഒരു തിരിച്ചുവരവാണ്. ഉറക്കത്തിൽ നമ്മൾ കുറച്ച് മണിക്കൂറുകൾ നമ്മളുടെ ഉറവിടത്തിലേക്ക് മടങ്ങുകയാണ്. നിങ്ങളുടെ ആത്മാവ് ആ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഇന്നർ പീസിന്റെ ഉറവയിൽ നിന്നും കുറച്ച് കുടിക്കുകയാണ്. കുറച്ച് സമാധാനവും സന്തോഷമായിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ? അങ്ങനെ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കുക ഉറങ്ങുന്നതിന് മുമ്പ്. പകലിനെ ഉപേക്ഷിക്കുക. നമ്മളുടെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ എല്ലാം ക്ലോസ് ചെയ്യുക. ഞാൻ എല്ലാം വിട്ടു. എന്റെ ഡ്യൂട്ടി ആയിരുന്നു അതെല്ലാം. എന്റെ ഡ്യൂട്ടി, എന്റെ കർമ്മമായിരുന്നു അതെല്ലാം. ജീവിതത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചപ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ വരുന്നവരെ ചെയ്ത എല്ലാം കർമ്മമായിരുന്നു, എന്റെ ഡ്യൂട്ടി. ഒരാൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യാണ്, വീട്ടിലേക്ക് വരുമ്പോഴും ഒക്കെ അതും ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നായിരിക്കും അവസ്ഥ? നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ കർമ്മമാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ കർമ്മങ്ങളെല്ലാം ഞാൻ വിട്ടു. മരണത്തിനായിട്ട് പോകുന്നതിന് നമ്മൾ സ്വാഭാവികമായ മരണത്തിലേക്ക്, നമ്മളൊരിക്കലും മരണത്തെ ചൂസ് ചെയ്യരുത്. മരണത്തിലേക്ക് നമ്മുടെ കർമ്മം പൂർത്തീകരിച്ച്, ഡ്യൂട്ടി പൂർത്തീകരിച്ച് പോകുന്നവനല്ലേ പ്രതിഫലം. ഡ്യൂട്ടി പൂർത്തീകരിച്ച് പോകണം. നമ്മുടെ ഡ്യൂട്ടി പൂർത്തീകരിച്ച് നമ്മൾ പോകുമ്പോൾ, ഡ്യൂട്ടി പൂർത്തീകരിച്ച് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ആ വൈകുന്നേരം വരെയുള്ള എല്ലാ കർമ്മങ്ങളും ഡ്യൂട്ടീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ വിശ്രമമാണ്. അതുകൊണ്ടാണ് ഓഫീസിലും ബിസിനസ്സിലുള്ള കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയണം. മനസ്സിലായോ?
നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് നമ്മൾ പോണേ എപ്പോഴാ? ഉറങ്ങുമ്പോഴാണ് യഥാർത്ഥ വീട്ടിലേക്ക് പോണത്. അവിടെ നിങ്ങൾ ആ ഇതായി കഴിഞ്ഞാൽ ഞാൻ എല്ലാം വിട്ടു, എല്ലാം സമർപ്പിക്കുക എന്റെ ഈശ്വരനിലേക്ക്, ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക്, അള്ളാഹുവിലേക്ക്, എല്ലാ ആത്മാക്കളുടെയും സൃഷ്ടാവ്, എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവിലേക്ക്, ആരാണോ സൃഷ്ടാവ് അവന്റെ കൈകളിലേക്ക് പൂർണ്ണമായിട്ടും എന്റെ ആത്മാവിനെ ഞാൻ അർപ്പിക്കും. സ്വപ്നം നിങ്ങൾ കാണുവാണെങ്കിൽ അതിനെ ഒരു സന്ദേശം പോലെ, ഒരു മെസ്സേജ് പോലെ അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അതിനെ പിന്തുടരരുത്, അതിന്റെ പുറകെ പോകരുത്. എന്താണ് സ്വപ്നം കണ്ടത്, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അന്വേഷിച്ച് പോകരുത്. അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ സ്വീകരിക്കുക, ഒരു മെസ്സേജ്. നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ, തുറന്നു വരുന്ന നിമിഷം നിങ്ങൾ ഓർമ്മിക്കുക, ആ പരമാത്മാവുമായി, ഈശ്വരനുമായി, ദൈവവുമായി, അള്ളാഹുവുമായുള്ള ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ നിന്നും ഞാൻ തിരിച്ചെത്തുകയാണ്. യുവർ ലൈഫ് വിൽ ചേഞ്ച്. നിങ്ങളുടെ ജീവിതം തന്നെ ചേഞ്ച് ആവുന്നു. നിങ്ങളുടെ ജീവിതം തന്നെ ചേഞ്ച് ആവുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം പ്യൂരിഫൈ ആവുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം പ്യൂരിഫൈ ആകും. ഒരു നാട്ടിൽ ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. നെയ്ത്തുകാരൻ മനോഹരമായ വസ്ത്രങ്ങൾ അയാൾ നെയ്തിരുന്നു. മനോഹരമായ വസ്ത്രങ്ങൾ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഡിസൈനുകളും ആരും കണ്ടിട്ടില്ലാത്ത പാറ്റേണുകളും കൊണ്ട് അത് സമ്പന്നമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ പുതിയ പുതിയ സാധനങ്ങൾ ആളുകൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണ്. ഒരിക്കലും നമ്മുടെ ചിന്തയ്ക്ക് പോലും കഴിയാത്ത കാര്യങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് പത്തിരി ഉണ്ടാകുന്നത്? മാവ് അരി പൊടിച്ച് കുഴച്ച് ഉണ്ടാക്കി പത്തിരി ഉണ്ടായത് എങ്ങനെയാണ് അപ്പം ഉണ്ടായത്, എങ്ങനെയാണ് പുട്ടുണ്ടായത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും അതുണ്ടായത്? അതാണ് ഈ നെയ്ത്തുകാരന്റെ കഥ പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടായത് എങ്ങനെയാണ്? നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഈ മൈക്രോഫോൺസ് ഉണ്ടായത് എങ്ങനെയാണ്? ഈ മൊബൈലുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അതുപോലെയാണ് ആ ഒരു നെയ്ത്തുകാരന്റെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എവിടെയും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ഒരു മനുഷ്യനും എവിടെയും കണ്ടിട്ടില്ല. ഈ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ സീക്രട്ടാണ് ഈ കഥയിലൂടെ പറയുന്നത്. ആളുകൾ വന്നിട്ട് ഈ നെയ്ത്തുകാരനോട് ചോദിക്കും, ഞങ്ങൾ ഇത് എവിടെയും കണ്ടിട്ടില്ലല്ലോ ഈ ഡിസൈൻ, നീ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത്? ആരാണ് നിന്റെ ഗുരുനാഥൻ? ആരാണ് നിന്നെ ഇത് പഠിപ്പിച്ചത്? ഇത്രയും ഭംഗി ഇവിടെയുള്ള നെയ്ത്തുകാർ ആരും ചെയ്യുന്നില്ലല്ലോ, ഇതെങ്ങനെയാണ്? ആ നെയ്ത്തുകാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ ഈ ഡിസൈൻ ചെയ്യുന്നത് കാണും. നാട്ടുകാർക്ക് ആർക്കും അറിയാത്ത രഹസ്യം നെയ്ത്തുകാരനുണ്ടായിരുന്നു. എന്താണ് ആ രഹസ്യം എന്നല്ലേ? ഓരോ രാത്രിയും അവൻ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണുകൾ അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ നക്ഷത്രങ്ങളെയും ആകാശങ്ങളുടെയും കീഴെ ഇങ്ങനെ നോക്കിയിട്ട് നിശബ്ദനായി. എന്നിട്ട് അവൻ ഇങ്ങനെ മന്ത്രിക്കും, എന്റെ പ്രിയ രക്ഷിതാവേ, ഞാൻ ഇപ്പോൾ നിന്നിലേക്ക് മടങ്ങുന്നു. എന്റെ ശരീരം വിശ്രമിക്കുമ്പോൾ എന്റെ ആത്മാവ് നീ നൽകുന്ന ഉറവയിൽ നിന്നും കുടിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ നൽകുന്ന ഉറവയിൽ നിന്നും എന്താണോ നീ നൽകുന്നത് അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് പൂർണ്ണമായിട്ടും അവൻ സമർപ്പിക്കും. രക്ഷിതാവിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ട് അവൻ കിടന്നുറങ്ങും. ഒരു കുട്ടി തന്റെ സ്വന്തം അമ്മയുടെ കൈകളിലേക്ക് വീഴുന്നത് പോലെ ആ ആത്മാവ് അവന്റെ ആത്മാവ് ഉറക്കത്തിൽ പിന്നെ സഞ്ചരിക്കാൻ തുടങ്ങും. മരുഭൂമികൾക്കപ്പുറം, പർവ്വതങ്ങൾക്കും മലനിരകൾക്കും
എല്ലാം നക്ഷത്രങ്ങൾക്കും ആകാശങ്ങൾക്കെല്ലാം അപ്പുറം അത് പ്രകാശത്തിന്റെ വിശാലമായ ഒരു പൂന്തോട്ടത്തിലെത്തും. അവിടെ ചില പ്രകാശമുള്ള ജീവികൾ പ്രത്യേകമായ ചില ചില നെയ്യലുകൾ, പ്രത്യേകമായ ചില ഡിസൈനുകൾ നെയ്യുന്നത് അവൻ അവൻ കാണുകയാണ് എല്ലാ ദിവസവും. എല്ലാ ദിവസവും അത്തരം അറിവുകളാണ് അവന് കിട്ടുന്നത്. അത്തരം അറിവുകൾ അവർ എന്തിന് നദികൾ ഒഴുകുന്നത് വരെ അവർ നെയ്തെടുക്കുകയാണ്. ഇലകളും തുവലുകളും വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനുകളും പ്രകാശവും മഴയും ഒക്കെ നെയ്തെടുക്കുകയാണ്. ഈ നെയ്ത്തുകാരന്റെ ആത്മാവ് അത് നിരീക്ഷിക്കുകയും അത് പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുമായിരുന്നു. ഓർമ്മിക്കുകയും ചെയ്യായിരുന്നു. ഇങ്ങനെയാണ് ഓരോന്നും കണ്ടെത്തുന്നത്. ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു 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 അപരിചിതനായ ഒരു മനുഷ്യൻ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. അയാൾ ആത്മജ്ഞാനം തേടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരുപാട് ദൂരം പല ജ്ഞാനികളെയും കണ്ടു, പല അറിവുള്ളവരെയും കണ്ടു. ഞാനാണ് എല്ലാ അറിവിന്റെയും കൂടാരം എന്ന് പറയുന്നവരെയും ഒക്കെ അവർ കണ്ടു. എല്ലാരെയും കണ്ടു. പക്ഷെ യഥാർത്ഥ അറിവ് കിട്ടാത്തത് കൊണ്ട് അയാൾ അങ്ങനെ അന്വേഷിച്ചു വരികയാണ്. അപ്പൊ പറഞ്ഞു, ഇവിടെ ഒരു നെയ്ത്തുകാരനുണ്ട്. അയാള് വ്യത്യസ്തമായ ഡിസൈനാണ് ചെയ്തു തരുന്നത്. എല്ലാരും പറയുന്ന കാര്യമല്ല അയാൾ പറയുന്നത്. അയാൾ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ അയാളുടെ അടുത്തൊന്ന് പോയി നോക്കും. അങ്ങനെ ഈ ആത്മജ്ഞാനിയായ ഈ അന്വേഷിച്ചിരിക്കുന്ന ജീവിതത്തെ സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പോയിട്ട് ഈ നെയ്ത്തുകാരനോട് ചോദിക്കണം, നിങ്ങൾ സാധാരണ നെയ്ത്തുകാരൻ, നിങ്ങൾ എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കുന്നത്? എന്ത് എന്ത് പാഠപുസ്തകമാണ് നിങ്ങൾ എന്ത് പാഠപുസ്തകമാണ് നിങ്ങൾ എന്ത് പാഠപുസ്തകമാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നത്? എന്ത് പാഠപുസ്തകമാണ്? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഈ ആത്മജ്ഞാനിയായ ഈ അന്വേഷകനായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ്, എവിടെ നിന്നാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത്? നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത്? എന്ത് മന്ത്രവാദമാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്ത് മാജിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ ഈ നെയ്ത്തുകാരൻ മൃദുവായി പറഞ്ഞു, ഞാൻ ഒരു മാജിക്കും ചെയ്യാനുള്ള ഒരു മന്ത്രവാദവും ഇല്ല. ഞാൻ എല്ലാ ദിവസവും എല്ലാ രാത്രിയും ഈ ലോകത്തെ ഉപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ എന്നെ സൃഷ്ടിച്ചവന് ഞാൻ തിരികെ നൽകുന്നു. ഞാൻ തിരിച്ചെത്തുമ്പോൾ എൻ്റെ ആത്മാവ് എന്താണോ ആ ഉറക്കത്തിൽ കണ്ടത് അതെന്റെ കൈകൾ ഓർമ്മിക്കുന്നു. അതാണ് എൻ്റെ അത്ഭുതം. ഇത്രയേ ഉള്ളോ? അപ്പൊ ആത്മജ്ഞാനിയായ മനുഷ്യൻ ചോദിച്ചു, ഇത്രയേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തോ ശക്തമായ മന്ത്രങ്ങൾ പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എന്തിനെയോ വച്ച് ഉപാസിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തോ രൂപത്തിന് മുന്നിൽ പോയി ചോദിച്ചോണ്ടാണ് ഇരുന്നത്. നിങ്ങൾ എന്തോ ഒരു ദൈവത്തിനോട് നിങ്ങൾ എന്തോ ദൈവത്തെ സൃഷ്ടിച്ച് അതിനെ വച്ച് ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ആണ് ഞാൻ വിചാരിച്ചത് എന്ന് ഈ ആത്മജ്ഞാനിയായ മനുഷ്യൻ. ഇത്രേ ഉള്ളോ? സിമ്പിൾ ആണോ? ഇത് സിമ്പിൾ അല്ല. ആ നെയ്ത്തുകാരൻ പറഞ്ഞു, അതിന്റെ മാന്ത്രികത ഇരിക്കുന്നത് കീഴടങ്ങുന്നതിലാണ്. സമർപ്പണത്തിലാണ്. നിന്നെ തന്നെ നീയായ മിടുക്ക്, ആ മിടുക്കിനെ പൂർണ്ണമായും നീ എന്നാണോ സമർപ്പിക്കുന്നത് അന്ന് മാത്രമേ നിനക്ക് ഈ മാന്ത്രികത കിട്ടൂ. അതാ അവിടുന്ന് അറിവ് കിട്ടി, ഇവിടുന്ന് അറിവ് കിട്ടി, ആ അറിവ് കിട്ടി, ഈ അറിവ് കിട്ടി, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ അതാണ് ഇതാണ്, ഞാൻ വലിയ പിതാവാണ്, ഞാൻ എല്ലാം നന്മയുള്ളവനാണ്. ചിലവന്മാരെടുത്ത് പറയും ഞാൻ ഭയങ്കര നന്മയുള്ളവനാണ്, ഞാൻ ഭയങ്കര നന്മക്കാരനാണ്. ഒരു നന്മക്കാരനും ഇല്ല, ഒന്നുമില്ല. എല്ലാം നിങ്ങൾ എപ്പോൾ സമർപ്പിക്കുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ മാന്ത്രികത. കാരണം ശൂന്യമായ ഒരു പാത്രത്തിൽ മാത്രമേ ദൈവികമായ വീഞ്ഞൊഴിക്കാൻ പറ്റുള്ളൂ. ശൂന്യമായ ഒരു പാത്രത്തിൽ മാത്രം. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വേസ്റ്റ് കിടക്കുന്നുണ്ടെങ്കിൽ
ആ വേസ്റ്റിലേക്ക് നീ എന്തോരം ദൈവീകത ഒഴിച്ചിട്ടും കാര്യമില്ല. എത്ര നീ ഒരു ഗ്ലാസ്സിൽ ഒരു തുള്ളി വിഷം ഉണ്ടെങ്കിൽ ആ വിഷത്തിലേക്ക് പാൽ ഒഴിക്കുന്നത് പോലെയാണ്. ആ ഒരു തുള്ളി പോലും ഇല്ലാതെ നീ എപ്പോൾ ശൂന്യമാകുന്നുവോ അപ്പോൾ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ആത്മജ്ഞാനിയായ മനുഷ്യൻ ആ നെയ്ത്തുകാരനെ പോലെ ഉറങ്ങാൻ തുടങ്ങി. അവനെല്ലാം ഉപേക്ഷിക്കാൻ, എല്ലാം വിശ്വസിക്കാൻ, എല്ലാം സമർപ്പിച്ച് കീഴടങ്ങാൻ അവൻ തയ്യാറായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആഴമേറിയതും ആയിട്ടുള്ള ഉറക്കം അവൻ ഫീൽ ചെയ്തു. അവൻ ആ സ്വപ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവന്റെ ഹൃദയം പ്രകാശിച്ചു. അവന്റെ ഭയങ്ങൾ മറന്നുപോയി. അവന്റെ ഭയങ്ങൾ അലിഞ്ഞുപോയി. അവൻ ആ നെയ്ത്തുകാരനെ വണങ്ങി പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരു കല പഠിപ്പിച്ചു. ഒരു ആർട്ട്, ഒരു കല. ഇതൊരു കലയാണ്. ഉറക്കത്തിന്റെ കല, സമർപ്പണത്തിന്റെ കല. ആ ഒരു കലയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. പ്രിയ ആത്മാക്കളെ, അതിനാൽ നിങ്ങൾ ഓർക്കുക, ഓരോ രാത്രിയും നിങ്ങളെ ഒരു ഉദ്യാനത്തിലേട്ട്, ഒരു പൂന്തോട്ടത്തിലേട്ടാണ് ക്ഷണിക്കുന്നത്. ഓരോ രാത്രി മാത്രമല്ല, നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നിങ്ങൾ സമർപ്പിക്കുക. സമർപ്പണമാണ് ഇതിന്റെ രഹസ്യം. സമർപ്പണം. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ല. ഒരു ശക്തമായ ഒരു ശക്തി, ലോകത്തെ മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഉറക്കം ശരീരത്തിനൊരു വിശ്രമം മാത്രമല്ല, ശരീരത്തെക്കാൾ കൂടുതൽ നീ നീ നീയാണ് എന്ന് ഓർമ്മിക്കാൻ, നീയാണ് എന്ന് ഓർമ്മിക്കാനുള്ള ഒരു ക്ഷണമാണ്. ഒരു സഞ്ചാരിയായ മനുഷ്യ, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ആത്മാവ് ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ ആത്മാവിന്റെ പവർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അതാണ് ഈ സോൾ അവേക്കനിങ്. ഓക്കെ, വെരി ഗുഡ്. ഒരാളും പോയില്ലല്ലോ. ആഹാ, വെരി ഗുഡ്. ഒറ്റ ആള് പോലും പോയിട്ടില്ല. പഠിക്കാനിരുന്നവരും കേൾക്കാൻ വന്നവരും എല്ലാവരും ഇരുന്നേ. വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് സോൾ അവേക്കനിങ് പ്രോസസ്സിലേക്ക് പോവാണ്.